ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എലക്ഷൻകാർ വരുന്നുണ്ട്. അപ്പോൾ അവർ ഈ ബോക്സ് വണ്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് വരും. വേറെ വഴിയില്ല, നിങ്ങളത് സഹിച്ചേ പറ്റത്തുള്ളൂ ഇന്നൊരു ദിവസത്തേക്ക്. ഓക്കെ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വന്തമായിട്ട് ആളാവാൻ നോക്കിയിട്ട് പണി വാങ്ങിച്ചു തരും, അതുപോലെ തന്നെ വേറൊരാൾക്ക് പണി കൊടുക്കാൻ നോക്കിയിട്ട് പണി എരുന്ന് വാങ്ങിച്ചു തരുമായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ വീഡിയോസാണ്. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത്. നല്ല വെറൈറ്റി വീഡിയോസാണ്. അപ്പോൾ അധികം വെച്ച് താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ലൈക്ക് കൊടുത്തേക്കും. ഓക്കെ, നല്ല കിടിലം വീഡിയോ ആയിരിക്കും. കൊള്ളാം. ഗോമൂത്രത്തിൽ ആട്ടുംകാട്ടം കലക്കിയിട്ട് അതിൽ കുരുമുളക് മിക്സ് ചെയ്തൊരു സാധനമാണ്. മൂക്കും പൊത്തി പിടിച്ചിട്ട് ഒറ്റ വഴി വലിച്ചു. ചതവിന് ബെസ്റ്റാണ്. ഞാൻ നോക്കിയിട്ട് ഇതിന് ആ ഒരു വഴിയെ കാണുന്നുള്ളൂ ഇപ്പം. ഇതല്ലാതെ കുറച്ച് വഴി തന്നെ ഞാൻ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മണ്ണിനടിയിൽ തല കീഴായിട്ട് കുഴിച്ചിടുക, അതുപോലെ തന്നെ തലയിൽ നല്ല നെല്ലിക്കാത്തളം വെക്കുക, അല്ലെങ്കിൽ കതകിനിടയിൽ കൈ വെച്ചിട്ട് അടയ്ക്കുക. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നല്ല കറണ്ടുള്ള പ്ലഗിനകത്ത് കൈ ഇട്ടിട്ട് സ്വിച്ച് ഇടുക. ഇങ്ങനെ കുറച്ച് പരിഹാര വിധികളും കൂടെ ഉണ്ട് ഇതിന്. നിനക്ക് ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് ചെയ്തോ. പെട്ടെന്ന് തന്നെ ചെയ്യണം, എന്നാലേ ഉപകാരം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആണ്. പൊളി. ഇതിനെയാണല്ലേ ഈ കാലേ വാരി നിലത്തടിക്കുക എന്ന് പറയുന്നത്. വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക് മോനെ? പറ്റുന്ന പണിക്ക് നിന്നാ പോരെ. ഇതൊരുമാതിരി ആന മുക്കുന്ന കണ്ടിട്ട് ആട് മുക്കിയ മാതിരിയായി. സാരമില്ല, കുഴപ്പമില്ല. ആടെന്നും പറയാൻ പറ്റത്തില്ല, അണ്ണാൻ എന്ന് വേണം പറയാൻ. കുഴപ്പമില്ല മോനെ, സാരമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടാണ് ചില സ്ഥലങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് ചില ആൾക്കാർ ഇങ്ങോട്ട് കയറി വരും. ഞാനിപ്പോൾ അങ്ങോട്ട് മറിച്ച് കാണിച്ചു തരാമെന്നുള്ള രീതിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സാധനം ശരിയല്ല, ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടേ എന്നുള്ളത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വലിഞ്ഞു കയറി വരുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലായി, നിങ്ങളുടെ ലൈഫായിട്ട് ഉറപ്പായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങളിതൊന്നും കണ്ടോ? ഒരാൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അത് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞിട്ട് ആ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അയാൾ എങ്ങനെയാ ചെയ്ത് കാണിക്കുന്നതെന്ന്. ഓക്കെ, അത് മനസ്സിലായി. കാര്യത്തിലായിട്ട് കടക്കുമായിരുന്നു, എളുപ്പമുണ്ടായിരുന്നു. Вперед сюда. നിക്ക് ഒരു രണ്ടിയിട്ട് ചാന്ത് ഒരു കരണ്ടിയും കൂടി ഇങ്ങെടുത്തോ. അവന്റെ ആ പൊളിഞ്ഞ പാലം അങ്ങോട്ട് പണിത് കൊടുത്തേക്കാം. വേണേ ഒരു ഡെപ്പയും കൂടെ എടുത്തോ. പറഞ്ഞു വീണ പല്ലുണ്ടല്ലോ, അതും പെറുക്കിയിട്ട് കൊടുത്തു വിട്ടേക്കാം. ഒരു ആവശ്യമില്ലാതെ വെറുതെ വന്ന് മീൻ കളിക്കാൻ നോക്കിയതാ. വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ ഉണ്ട്, എല്ലാ നാട്ടിലും ഇങ്ങനെ കുറച്ച് പേരുണ്ട്. ഒരു ആവശ്യമില്ലെങ്കിലും ഉണ്ടല്ലോ ഇവിടെ വലിഞ്ഞിരുന്നിട്ട് മീൻ കളിക്കാൻ നോക്കും. അതുകൊണ്ട് മീൻ കളിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചിലർ ഇഞ്ചി ആവുകയും ചെയ്യും. അത് വേറെ കാര്യം. ചിലപ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല. ഞാൻ വിചാരിച്ചതിലെ കുഴപ്പമായിരിക്കും, ഞാൻ തെറ്റിദ്ധരിച്ചായിരിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. എങ്ങനെ ചെയ്യരുത് എന്നായിരിക്കും പുള്ളി കാണിച്ചു തന്നത്. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. ശരിയാ, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. ഓക്കെ, നിങ്ങൾ പലതരത്തിലുള്ള എക്സ്പെരിമെന്റ് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ മിച്ചറിന്റെ പുറത്തൂടെ കാറ് കയറ്റുക, ബിങ്കോയുടെ പുറത്തൂടെ കാറ് കയറ്റുക, അതുപോലെ തക്കാളി, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതിൻ്റെയൊക്കെ പുറത്തൂടെ വണ്ടി കയറ്റിയിട്ട് അതിൻ്റെ സൗണ്ട് കേട്ട് ആ സൗണ്ട് കൊണ്ട് നിർവൃതി അണിയുന്ന കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് കാണും അല്ലേ? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ് കയറ്റുന്നതല്ല, മനുഷ്യൻ തന്നെ കയറുന്ന സാധനമാണ്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു അതിശയം ഉണ്ടായിരിക്കും അല്ലേ? കാണിച്ചു തരാം, കണ്ടു നോക്ക്. അത് കൊള്ളാം, വളരെ നല്ലൊരു ടെസ്റ്റ് ആയിരുന്നു. സോളോ ടെസ്റ്റ് ആയിരുന്നു, വളരെ മനോഹരമായിരുന്നു. ഇനി വേറൊരു സാധനമുണ്ട്, പഴത്തൊലി. അതുകൂടെ മോനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. അത് വളരെ നല്ലൊരു സാധനമായിരിക്കും. ഇതിൽ നല്ല സൗണ്ട് കിട്ടും, അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പക്ഷേ പഴത്തൊലി എന്നായിരിക്കത്തില്ല സൗണ്ട് വരുന്നത്, നിൻ്റെ വായിൽ നിന്നായിരിക്കും സൗണ്ട് വരുന്നത്. കൊടുത്ത് ചിലപ്പോൾ ഡിക്കിന്ന് കുറച്ച് ലഗേജും വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലഗേജ് വാര വിൽക്കാനായിട്ടൊരു കൊട്ടയും കൂടെ അറേഞ്ച് ചെയ്തിട്ട് വരുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിൻ്റെ പഴത്തൊലി പരീക്ഷണം കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ നിരാശപ്പെടുത്തരുത് നീ, കേട്ടല്ലോ.
ദൈവമേ തിരുമാൻ പറ്റാത്തടത്താണല്ലോ വെടി പൊട്ടിയത്. ചെക്കൻ്റെ അവസ്ഥ ഇതൊന്നല്ലേ ഞാൻ ആലോചിക്കുന്നത് എന്താ പറയുക, ഇവൻ വെടി വെക്കുന്ന സമയത്ത് ഫോണും പിടിച്ച് ഷൂട്ട് ചെയ്തവൻ്റെ പേരൻസ് ഉണ്ടാവുമല്ലോ. ആ ഒരു സമയത്ത് ഇവൻ ഷൂട്ട് ചെയ്തതിന് മുമ്പ് ഇവനോട് പറയാലോ, കുട്ടാ അരുത്, അത് ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം ഫോണൊക്കെ എടുത്ത് വെച്ച് ഷൂട്ട് ചെയ്തിട്ട് ആ സാധനം സോഷ്യൽ മീഡിയയിലിട്ട് വൈറലാക്കി കളഞ്ഞു. എന്താ അല്ലേ. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോക്കകത്ത് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ മെയിൻ കളിക്കാൻ നോക്കി പണി കിട്ടി ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരുടെ കഥ താഴെ കമൻറ്റ് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും അത് വായിച്ച് എൻജോയ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പണി കിട്ടിയ ആരുടെയെങ്കിലും വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. കമൻറ്റിലും ഉണ്ട്, ലിങ്ക് ഇടരുത്, കാരണം നിങ്ങളുടെ കമൻറ്റ് സ്പാം അടിച്ചു പോകും, അത് എനിക്കും കാണാൻ പറ്റത്തില്ല, വേറെ ആർക്കും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ലിങ്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയക്കുക, ഞാൻ ID താഴെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും അടിച്ചേക്ക്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.